നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 7/4/2026 വൈകിട്ട് സ്വർണ്ണവില റബ്ബർ വില നോക്കുമ്പോൾ സ്വർണ്ണവില കുറയുകയും റബ്ബർ വില വീണ്ടും കൂടുകയാണ്. ഇനി 1 ഗ്രാമിൻ്റെ മുകളിൽ 75 രൂപ, ഒരു പവന് മുകളിൽ 600 രൂപയാണ് കുറഞ്ഞത്. 22 ക്യാരറ്റ് നോക്കുമ്പോൾ 13,735, ഒരു പവൻ 1,10,360. അതുപോലെ 24 ക്യാരറ്റ് 14,984, ഒരു പവൻ 1,19,872. അതുപോലെ 18 ക്യാരറ്റ് 11,238, ഒരു പവൻ 89,904. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതേസമയം റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടുകയാണ്. RSS4 കോട്ടയം ബോർഡ് വില 231, RSS5 കിലോ 226, ISNA 20 195, ലാറ്റക്സ് 60 ആച്ചിൽ 158 രൂപ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS4 കിലോ 231, RSS5 കിലോ 226. അഗർത്തല വില നോക്കുമ്പോൾ RSS4 കിലോ 218, RSS5 കിലോ 215. ഇന്നത്തെ റബ്ബർ വിലയിൽ രാവിലെയായിട്ട് നോക്കുമ്പോൾ 2 രൂപയാണ് കൂടിയത്. അതേസമയം വിദേശ വില നോക്കുമ്പോൾ വിദേശ വില കൂടുകയാണ്. ബാങ്കോക്ക് RSS4 കിലോ 263.38, RSS5 കിലോ 262.95. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പാചകവാതകത്തിനൊക്കെ ക്ഷാമം നേരിടുകയാണ്. ഇപ്പോൾ 35 ദിവസം കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാനുള്ള ഇതുള്ളൂ. ഇന്ധന പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഇൻഡക്ഷൻ സ്റ്റൗ ഉപയോഗം വ്യാപകമാക്കാൻ സർക്കാർ ഇതിനായി പലിശരഹിത വായ്പ നൽകിയേക്കും. LPG ഇറക്കുമതിയിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. പ്രതിവർഷം ആവശ്യം വരുന്ന 3.3 കോടി ടണ്ണിൽ 65% ഇറക്കുമതിയാണ് ആശ്രയിക്കുന്നത്. 90% വരുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും തന്നെയാണ്. യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ നിന്ന് വളരെ കുറവായിട്ടാണ് വരുന്നത്. ഇറക്കുമതി കുറയ്ക്കാനും ഊർജ്ജ ആവശ്യം നിറവേറ്റാനും ഇലക്ട്രിക് കുക്കിങ്ങിലേക്കുള്ള മാറ്റം സഹായിക്കും. വായ്പാ സൗകര്യങ്ങൾ, ആഭ്യന്തര ഉൽപ്പാദനത്തിലുള്ള ആനുകൂല്യം, സൗരോർജ്ജ പദ്ധതികളുമായുള്ള സംയോജനം എന്നിവയിലൂടെ മാത്രമേ ഈ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കൂ. എന്തായാലും ഇങ്ങനെ വരുന്നതോടുകൂടി കുറേ പേർക്ക് ഇതിൻ്റെ ആനുകൂല്യം കിട്ടുകയും ചെയ്യും. അങ്ങനെ പുകയില്ലാത്ത അടുപ്പുകൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടുകയും ചെയ്യും. പാചകം ഡിജിറ്റലാവുകയും ചെയ്യും. ഇപ്പോൾ തന്നെ പല വീട്ടിലും സോളാർ വെച്ച് കുക്കിങ്ങൊക്കെ ഇലക്ട്രിക്കൽ ഡിജിറ്റലൈസ് ആണ്. സ്റ്റവ്, ഗ്യാസ് അങ്ങനെ പരിമിതമായ ഉപയോഗം മാത്രമേ ഉള്ളൂ. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ലൈക്ക്, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 2026 ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കലശക്കൊട്ട് ഇന്ന് വൈകിട്ട് അവസാനിക്കുകയാണ്. ഇതോടുകൂടി എല്ലാ പരസ്യ പ്രചരണങ്ങളും അവസാനിക്കുകയാണ്. നാളെ നിശബ്ദ വോട്ട് പ്രചരണമായിരിക്കും. മറ്റന്നാൾ, അതായത് ഏപ്രിൽ 9 രാവിലെ 7 മണിക്ക് വോട്ടിംഗ് ആരംഭിക്കും.